എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ അധ്യാപനം എന്നത് നമ്മളിങ്ങനെ ഓക്കാനിച്ച് ചെയ്യേണ്ട, മനം വരട്ടി നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കണോടത്ത് രണ്ട് രീതി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഉച്ചവരെ നന്നായിട്ട് തൊടിയിലൊന്ന് അധ്വാനിച്ച് വിയർത്ത് കുളിച്ച് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് നമ്മളെ ഭാര്യ എടുത്തു വെച്ച ഭാര്യയുടെ കൂടെ കുട്ടികളുടെ കൂടെ നല്ല വിഭവസമൃദ്ധമായൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തൊരു ആവേശം ഉണ്ടാവും, എന്തൊരു രുചി ഉണ്ടാവും അതിന്. എന്നാൽ നമ്മൾ പനിച്ച് കിടക്കുകയാണ്, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഛർദ്ദിക്കാൻ വരികയാണ്. ആ സമയത്ത് ചിലപ്പോൾ കഞ്ഞി നിർബന്ധിപ്പിച്ച് വീട്ടുകാർ നമ്മളെ കൊണ്ട് കുടിപ്പിക്കും. അപ്പോൾ ആ കഞ്ഞി കുടിക്കണൊരവസ്ഥ എന്തായിരിക്കും? ഇത് നിവൃത്തികേട് കൊണ്ട് കുടിക്കായിരിക്കും. അങ്ങനെ ഒരു നിവൃത്തികേട് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു നിവൃത്തികേട് കൊണ്ട് ഈ അധ്യാപന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ചില ആളുകളൊക്കെ പറയും, ഇനി 3 കൊല്ലം കൂടി ഉണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് തള്ളി നീക്കി ഇത് കഴിച്ചിലായി കിട്ടിയാൽ മതി. ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. ഇതിൻ്റെ ഒരു രുചി ആസ്വദിച്ച് ആസ്വാദ്യകരമായി തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം.